നിരവധി ഹിറ്റ് ഗാനങ്ങൾ നമ്മൾ ആദ്യമായി കേട്ട ഓഡിയോ കാസറ്റുകൾ, അന്നൊക്കെ തിരിച്ചും മറിച്ചും കറക്കിയും ചാനൽ ക്ലിയർ ആക്കാറുള്ള ആന്റിനകൾ, ഇങ്ങനെ കൂട്ടിവെച്ചിട്ട് കൂട്ടുകാരും ഒത്തുചേർന്ന് തല്ലിപ്പൊട്ടിച്ച് തിന്നാറുള്ള തല്ലിത്തേങ്ങ എന്ന ബദാം കാ. ഇത് പൊട്ടാസ് തോക്ക്. ഓണത്തിനും ദീപാവലിക്കും ഇവനെ ഒന്ന് കാഞ്ചി വലിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. ദേ, നമ്മുടെ തോക്കിനുള്ളിൽ റോള് ചെയ്ത് ചകചകയെന്ന് പൊട്ടിക്കാനുള്ള വള്ളി പൊട്ടാസ്, നമ്മൾ പണ്ട് പേടിയോടെ കത്തിച്ചെറിയാറുള്ള ഏറുപടക്കം, മരക്കമ്പും റബ്ബർ ബാൻഡും കൊണ്ട് നമ്മൾ സ്വന്തമായി നിർമ്മിക്കാറുള്ള തെറ്റാലി, പല നിറങ്ങളിലുള്ളത് വാങ്ങാനായി നമ്മൾ മത്സരിച്ചിരുന്ന പ്ലാസ്റ്റിക് മോതിരങ്ങൾ, വെള്ളം തെറിച്ചതിന് മുതിർന്നവരുടെ കയ്യിൽ നിന്നും പലപ്പോഴും വഴക്കു വാങ്ങിത്തരാറുള്ള വാട്ടർ ഗൺ, കടലാസിനടിയിൽ നാണയം വെച്ച് മീതെ പെൻസിൽ കൊണ്ട് വരച്ച് ഇതുപോലെ എത്രയെത്ര നാണയങ്ങളെ നമ്മൾ തെളിയിച്ചെടുത്തിരിക്കുന്നു. അക്കാലത്ത് പെൺകുട്ടികൾ മുടിയിലിടാറുള്ള പലതരത്തിലുള്ള റബ്ബർ ബാൻഡുകളാണിത്. അന്നൊക്കെ നേരം ഇരുട്ടിയാൽ വീട്ടിനുള്ളിൽ തെളിയുന്നതിനൊപ്പം പാഠപുസ്തകങ്ങൾക്ക് മുന്നിലിരുന്ന് നമ്മൾ ഉറക്കം തൂങ്ങുന്നതിനും സാക്ഷിയാകാറുള്ള റാന്തൽ വിളക്കാണിത്. തൊടിയിൽ നിന്നും പെറുക്കിയെടുത്ത പഴുത്ത പാക്കുകളെ മുത്തശ്ശൻ അരിഞ്ഞു വീഴ്ത്താറുള്ളത് പാക്കുവെട്ടി അഥവാ ഈ അടയ്ക്കാവെട്ടി കൊണ്ടായിരുന്നു. ഇവനാണ് പെൻസിൽ പെൻ. ഒരു ലഡ് തീരുമ്പോൾ അതെടുത്ത് അടിയിലേക്ക് തിരികിയാൽ പുതിയത് പൊന്തി വരും. അന്ന് ആള് വിദേശിയായിരുന്നു കേട്ടോ. പലപ്പോഴും എഴുതിയത് തെറ്റിപ്പോകുമ്പോൾ അത് മായ്ക്കാനായി ഒരു കയ്യിൽ എപ്പോഴും കൂടെ ഉണ്ടാകുമായിരുന്നു ഈ റബ്ബറുകൾ. ഒരൊറ്റ പേനയിൽ തന്നെ പല കളറിലുള്ള ഫില്ലറുകളുമായി എത്തുന്ന സ്റ്റിക്ക് പെൻ അഥവാ ഞെക്കുപേനകൾ. ഇത് കയ്യിലുള്ളവനെ അന്ന് കണ്ടാൽ കരുതിക്കോണം ഇവന്റെ ആരോ വിദേശത്തു നിന്നും വന്നുവെന്ന്. ഇതാണ് എങ്ങോട്ടും മടക്കാവുന്ന വിദേശിയായ വള്ളി പെൻസിലുകൾ. ആളെ തിരിച്ചറിയാൻ പുസ്തകപ്പുറങ്ങളിൽ പേരും ക്ലാസ്സും എഴുതി ഭംഗിയായി ഒട്ടിക്കാറുള്ള നെയിം സ്ലിപ്പുകൾ. ഇവൻ തലപൊക്കിയാൽ കരുതിക്കോണം അന്നത് പരീക്ഷാകാലമാണെന്ന്. നമ്മൾ നേരിട്ട പരീക്ഷയുടെ പരീക്ഷണങ്ങൾക്ക് സാക്ഷിയായ എക്സാം ബോർഡുകൾ. ഇതുപോലെ തേഞ്ഞു തീരാറായ പെൻസിലിൻ്റെ രണ്ടറ്റവും കൂർപ്പിച്ച് തിരിച്ചും മറിച്ചും എഴുതാറുള്ളതും നല്ല ഓർമ്മകളാണ്. ഒടുവിലെല്ലാം കഴിഞ്ഞ് ക്ഷീണമകറ്റാൻ വിരലമർത്തി പൊട്ടിച്ച് അതിലൊരിത്തിരി ഉപ്പുമിട്ട് ദേ ഈ ഗോലിസോട കൂടി കുടിച്ചാൽ എല്ലാം ശുഭം. Red FM 92.5